കഷ്ടപ്പെടാതെ നേടാം ഇഷ്ടപ്പെട്ട കരിയർ, അഥവാ ഇഷ്ടപ്പെട്ട് നേടാം കഷ്ടപ്പാടില്ലാത്ത കരിയർ എന്നുള്ള ഈ വീഡിയോ സീരീസിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇന്നത്തെ ഈ നവമാധ്യമങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ ചോയ്സിൻ്റെ അബണ്ടൻസിൻ്റെ ലോകത്ത് എങ്ങനെ നമുക്കൊരു കരിയർ തിരഞ്ഞെടുക്കാം. ഒരു കരിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ ഒരൊറ്റ ജോലി ആയുഷ്കാലം മുഴുവൻ എന്നുള്ളതല്ല. നമുക്കുള്ള കഴിവുകളെ നമുക്ക് എങ്ങനെ വികസിപ്പിച്ചെടുത്ത് നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് വിവിധ മേഖലകളിൽ നമുക്ക് ഇടപെടാം. അതുവഴി സമൂഹത്തിന് നമ്മളെ കൊണ്ട് ഉപയോഗം ഉണ്ടാവും. ഈ ലോകം മാറ്റിമറിക്കാനും നന്നാക്കാനും നമുക്ക് എങ്ങനെ ഇടപെടൽ നടത്താമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു ലോകത്ത് നമുക്കിപ്പോൾ അറിയാം, നിങ്ങൾ തിരുവനന്തപുരത്താണ് അല്ലെങ്കിൽ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാ പ്രമുഖ സിനിമാ താരങ്ങളും നിങ്ങളോട് വന്ന് ഈ കോഴ്സ് ചെയ്യൂ, ആ കോഴ്സ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ലോകത്ത് നിന്ന് എങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ സൂപ്പർ താരങ്ങളായ 2 പേരും 2 ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പക്ഷേ 2ഉം കോമേഴ്സാണ്. അതിനെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ വന്നിട്ട് എങ്ങനെ എൻട്രൻസ് കോച്ചിങ് നടത്താം എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവരാരും ഈ മേഖലയിലുള്ളവരല്ല. അപ്പോൾ എങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റിനെ തിരിച്ചറിയുക, അതേപോലെ ഫേക്ക് പ്രോമിസുകൾ എങ്ങനെ അത് നാവിഗേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജെൻസിയോടാണ് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് ഇതൊരു പരിധി വരെ മനസ്സിലായി കഴിഞ്ഞതാണ്. അവരുടെ രക്ഷിതാക്കൾക്കും പേരൻസിനുമാണ് ഇതൊരു പ്രശ്നം. കാരണം എന്താണ് AI ജനറേറ്റഡ് ഫേക്ക് കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഇതിൽ ഏത് വിശ്വസിക്കാം? ഏതെങ്കിലും ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ലൈഫ് ലോങ് സെറ്റിൽഡായോ, പീസ്ഫുള്ളായോ, ഇനിയൊന്നും പഠിക്കണ്ടേ എന്നൊക്കെയുള്ള രീതിയിലുള്ള തരത്തിലുള്ള പ്രൊപ്പഗാൻഡകളെ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ കൃത്യമായ രീതിയിൽ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാം. ഒരു കാര്യം നമ്മൾ രത്തൻ ടാറ്റയിൽ നിന്ന് പഠിക്കേണ്ടത്, നമ്മൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ എടുത്ത തീരുമാനങ്ങളെ ശരിയാക്കുന്ന രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഏത് മേഖലയിൽ ഇടപെട്ടാലും അതിൽ കൂടുതൽ സമയവും അറ്റൻഷനും, ഇത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇന്നത്തെ ലോകത്തിനെ നമ്മൾ ഏജ് ഓഫ് ഡിസ്ട്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും എപ്പോഴും മിക്കവാറും സമയത്ത് മൊബൈലിലാണ്. അത് റീൽസ് കണ്ടുകൊണ്ടിരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കാം. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ അറ്റൻഷൻ വളരെ ഷാലോയാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ISROയിലെ സയൻറ്റിസ്റ്റുകളും നമ്മുടെ അതിർത്തിയിൽ നിൽക്കുന്ന ജവാന്മാരും അവർക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് 24 മണിക്കൂറും അതിന് കുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ GSLV PSLV പോലുള്ള മിഷനും രാജ്യസുരക്ഷയും എങ്ങനെയിരിക്കും? അതുകൊണ്ടാണ് ചില മേഖലകളിൽ ഈ ഡിവൈസ് കൊണ്ടുപോകരുത് എന്ന് തന്നെ പറയുന്നത്. കാരണം ശ്രദ്ധ എന്ന് പറയുന്ന സാധനം തെറ്റിപ്പോകാൻ വളരെ എളുപ്പമാണ്. ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ പോലുള്ള സ്ഥലത്ത് എന്തുമാത്രം ലോങ് ടേം പ്ലാനിങ്ങും എന്തുമാത്രം രീതിയിലുള്ള റിസോഴ്സ് മൊബിലൈസേഷനും വേണം. അങ്ങനെയുള്ളിടത്ത് അതീവ ശ്രദ്ധയോടെ അധികം സമയം ചിലവഴിച്ച്, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ആദ്യം നമുക്ക് അധികം ഇഷ്ടം തോന്നാതിരുന്നൊരു മേഖല കാലക്രമേണ സമയം ചിലവഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കഴിവ് വികസിക്കുകയും നമുക്കതിൽ നല്ല രീതിയിൽ ഇടപെടാൻ പറ്റുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടുകൂടി നമുക്കതിനെ ഇഷ്ടപ്പെടുകയാണ്. അതുപോലെ വളരെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് അധികം പറ്റാതായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയും സമയവും ചെലവഴിക്കാൻ ആദ്യമേ തീരുമാനിക്കുക. എന്തിലായിരുന്നാലും ഗിവ് ഇറ്റ് സം ടൈം, സീ ഇഫ് ഇറ്റ് ഗ്രോസ് ഓൺ യു. നിങ്ങൾ തിരഞ്ഞെടുത്ത മേഖല അതെന്തോ ആയിക്കോട്ടെ, അതും നിങ്ങളും തമ്മിലുള്ള ആ ഇടപെടലുകൾ നിരന്തരം നിരീക്ഷിക്കുക, സമയം കൊടുക്കുക. നമ്മുടെ കഴിവുകൾ വർദ്ധിക്കുന്നുണ്ടോ, കൂടുതൽ ഇഷ്ടപ്പെട്ട് ഊർജ്ജത്തോടെ ഉന്മേഷത്തോടെ ആ തൊഴിലിൽ ഏർപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ തെറ്റിദ്ധാരണകളുടെ പുറത്തായിരിക്കാം നമ്മൾ എത്തുന്നത്. എഞ്ചിനീയറിംഗിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നവർ, എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ എയർ കണ്ടീഷൻ്റെ മുറിയിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണെന്ന് അങ്ങനെ ചിന്തിച്ച് വരുന്നവർ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ സൈറ്റിൽ പോകണം. വേർത്തൊലിച്ച് ചൂടത്തും മഴയത്തുമെല്ലാം എമർജൻസി കണ്ടിൻജൻസി സിറ്റുവേഷൻസ് ഉണ്ടാകും. നിങ്ങൾ തൊഴിലാളികൾ, നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സിറ്റുവേഷനിലാണെങ്കിൽ അന്യസംസ്ഥാന അതിഥി തൊഴിലാളികളുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു തയ്യാറെടുപ്പ്, ഇതിനോടെല്ലാം നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ ആ മേഖലയിൽ നമുക്ക് ശോഭിക്കാൻ കഴിയും. പക്ഷേ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് നമ്മൾ വന്നെങ്കിൽ, ഇപ്പോൾ സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് CAD എഞ്ചിനീയർ ആവാം, അതുവഴി കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാം. എങ്കിലും ഫീൽഡിൽ ഇടപെടാൻ കഴിയുന്നിടത്തെ നിങ്ങൾക്ക് ഈ മേഖലയിൽ സ്വന്തമായിട്ടൊരു മുദ്ര പതിപ്പിച്ച് ഒരു സംരംഭകൻ അല്ലെങ്കിൽ സംരംഭക ആകാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് വേണം. ആ മേഖലയിലെ ഡെപ്ത് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വാസ്തവമുണ്ടോ ഇല്ലയോ എന്ന് വളരെ ഡീപ്പ് റിസർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കോഴ്സിനെ പറ്റി അഡ്വർടൈസ് ചെയ്യുകയാണ്. ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ലക്ഷങ്ങൾ കൊയ്യാം. ഇങ്ങനെയുള്ള റോഡ് സൈഡിലുള്ള ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ വാസ്തവമുണ്ടോ?
അത് പരസ്യമാണോ, അവർ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു AI വീഡിയോ ആണോ എന്ന് മനോഹരമായ AI വീഡിയോകൾ ചെയ്യാം. അപ്പോൾ ഈ വാസ്തവങ്ങളുണ്ടോ എന്നറിയണമെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞവർ അവരെവിടെ പോയി, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെല്ലാം അലൂമിനി എവിടെയൊക്കെയാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്, അവർ ആ മേഖലയിൽ തുടരുന്നുണ്ടോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. കല്യാണം കഴിച്ചു കഴിഞ്ഞുള്ള ജീവിതം എങ്ങനെയാണ് എന്ന് നമ്മൾ ചോദിക്കുന്നെങ്കിൽ അത് കല്യാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ളവരോട് ചോദിച്ചാലേ നമുക്കൊരു ഏകദേശ ചിത്രം കിട്ടുകയുള്ളൂ. ഹണിമൂൺ പീരീഡിൽ നിൽക്കുന്നവരോട് ചോദിച്ചാൽ അവർ ഹണിമൂണിൻ്റെ വളരെ സുഖകരമായ ആസ്പെക്ട്സ് വെച്ചായിരിക്കും സംസാരിക്കുന്നത്. 7 വർഷം കല്യാണം കഴിഞ്ഞവരോട് ചോദിച്ചാൽ വേറൊരു ചിത്രമായിരിക്കും മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ളത്. 10 വർഷം 15 25 വർഷത്തിൻ്റെ വിവാഹ ജീവിതത്തിനുള്ളവരോട് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയ ഒരു പിക്ചർ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു തൊഴിലിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഏത് കോഴ്സ് എടുക്കണം, ഏതൊക്കെ തൊഴിലുകളുണ്ട് എന്ന് പറഞ്ഞു തരാൻ ഒരുപാട് ഗൈഡൻസ് ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനൊരു എഞ്ചിനീയറാണ്, മറ്റു മേഖലകളെ പറ്റിയും ഞാൻ സംസാരിക്കുന്നുണ്ട്. എങ്കിലും ആ മേഖലയിൽ പോയി ജോലി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ എനിക്ക് ആധികാരികത ഇല്ല, ആ നോളജ് ഇല്ല. അതുള്ളവരെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ മേഖലയിലെ തന്നെ പ്രഗത്ഭരെ കണ്ടെത്താൻ ഇന്ന് ലിങ്ക്ഡിൻ പോലെയുള്ള സാമൂഹ്യ മാധ്യമത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവരോട് സംസാരിക്കാം, അവരുടെ ഉപദേശം തേടാം, കൃത്യമായിട്ടൊരു ഫീൽഡിനെ പറ്റി മനസ്സിലാക്കാം. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് വളരെ പുതിയൊരു ഫീൽഡ് എത്തിപ്പെടുന്നത്. ഇന്നിപ്പോൾ AI, കഴിഞ്ഞ 5 വർഷം കൊണ്ട് AIയിൽ തന്നെ വന്ന മാറ്റങ്ങൾ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നിങ്ങളൊരു 4 വർഷത്തെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനുശേഷം AI എവിടെ എത്തി നിൽക്കുമെന്ന് നമുക്കിപ്പോൾ അറിയില്ല. ആ ഫീൽഡിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ അതിനെ ചുരുങ്ങലോ ഉണ്ടാകാം, ഏതും സംഭവിക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ടെക്നോളജി ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു, അത് ഏത് മേഖലയിൽ പോയും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടപ്പെട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ വേറൊരു വ്യത്യാസമാണ് എന്താണ് സ്കിൽ, എന്താണ് ടാലൻറ്റ് എന്നുള്ളത്. നമുക്ക് പാട്ടുപാടാനുള്ള ഒരു ടാലൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ദൈവദത്തമായൊരു കഴിവായിരിക്കാം. നല്ല രീതിയിൽ നമുക്ക് സംഗീതത്തെ ഉപാസിക്കാൻ പറ്റുന്നു. പക്ഷേ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായിരിക്കും. നേരത്തെയും ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ സച്ചിൻ തെണ്ടുൽക്കർ, അദ്ദേഹം ഇത്രയും ടാലൻറ്റഡായ ക്രിക്കറ്ററാണെങ്കിൽ കൂടി ഡെയിലി നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതിലൂടെ മാത്രമേ ആ കഴിവ് നമുക്ക് നിലനിർത്താനും വർദ്ധിപ്പിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് എന്ത് ടാലൻ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു സ്കിൽ എലമെൻ്റ് ഉണ്ടെന്ന്, പുതിയ ടെക്നോളജി വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറണമെന്നും. ഫോർ എക്സാമ്പിൾ, സംഗീത സംവിധായകനാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇളയരാജയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം തുടങ്ങിയതുപോലെ അല്ലല്ലോ ഇന്നത്തെ സംഗീത ലോകം. പക്ഷേ പുതിയ ടെക്നോളജി വരുമ്പോൾ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ സംഗീതം കമ്പോസ് ചെയ്യാൻ, ഇന്നിപ്പം ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ആരും ഒരേ മുറിയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഇത് ചെയ്തെടുക്കാനുള്ള കഴിവും ആ ടൂൾസ് ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും നമ്മൾ ആർജിക്കണം. അതിന് ആ ഫീൽഡിനോടുള്ളൊരു അഭിനിവേശം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്ത് കാര്യം പഠിക്കാൻ ഇറങ്ങുമ്പോഴും പഠിത്തം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് നേടാമെന്ന് പറയുന്നത് ആ ബുദ്ധിമുട്ടിനെ ഒരു ഡിസൈറബിൾ ഡിഫിക്കൽറ്റി, അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ. പക്ഷേ വീണ്ടും വീണ്ടും ആ ബുദ്ധിമുട്ടുകൾ സഹിച്ച് പഠിച്ച് മുന്നേറാൻ നമുക്കുണ്ടാകുന്ന ഒരു ഊർജ്ജമാണ് നമ്മുടെ ആ ഇഷ്ടം. ഇതില്ലാതെ നിങ്ങൾ വെറുതെ ഒരു റൂമിൽ വന്നിരുന്നാൽ മതി, 3 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് തരും എന്ന് പറയുന്ന ഒരു കോഴ്സിനെയും വിശ്വസിച്ചിട്ടൊരു കാര്യമില്ല. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, ഇന്ന് നിർമ്മിത ബുദ്ധിയുണ്ട്, ഒരുപാട് ക്ലറിക്കൽ പണികൾ അത് ചെയ്തുകൊള്ളും. മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയും ബുദ്ധിയും ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ആ മേഖലയിൽ കൃത്യമായി ചെയ്യാനുള്ള കഴിവാണ് നമ്മൾ ആർജിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ടൂൾസ് ഈസിയായി വരുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുക. നിങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം വിവിധ തൊഴിലുകൾ ചെയ്യാനുള്ളൊരവസരം ഇന്നുണ്ട്. കൃത്യമായി അതിനെല്ലാമുള്ള ഉപദേശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഒരു മേഖലയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് അവരാ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചെങ്കിൽ അതെങ്ങനെയാണ്, അവരുടെ ജേണി എങ്ങനെയായിരുന്നു, ഇത് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ നല്ല പുസ്തകങ്ങൾ, ഓട്ടോബയോഗ്രഫികൾ, അതിൻ്റെ ഡോക്യുമെൻ്ററികൾ, ഇതെല്ലാം കണ്ടു വേണം നമ്മൾ നമ്മുടേതായ ചില തീരുമാനങ്ങൾ എടുക്കാൻ. വളരെ ആഴത്തിൽ പഠിച്ചു വേണം മുമ്പോട്ട് പോകാൻ നമ്മുടെ തീരുമാനങ്ങളെ ശരിയാക്കാൻ. താങ്ക് യു.